നമസ്തേ. ഇന്നത്തെ വിഷയം നമ്മുടെ സുന്ദര കേരളത്തെ പറ്റിയാണ്. ഗോഡ്സ് ഓൺ കൺട്രി. ഒരു പ്രദേശം അത് സ്വർഗതുല്യമാകണമെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ആദ്യം അതിൻ്റെ ഭൂപ്രകൃതി മനുഷ്യന് സ്വർഗീയമാകണം. രണ്ട്, മനുഷ്യൻ നന്നാകണം, ആ നാട്ടിലെ നിയമങ്ങൾ നന്നാകണം. അപ്പോൾ നമ്മുടെ കേരളത്തിന് ഇതിലാദ്യത്തേത് 100%. ലോകത്ത് എല്ലാ സ്ഥലത്തുമുള്ള ഭൂപ്രകൃതി നമ്മുടെ കേരളത്തിലുണ്ട്. മലകളുണ്ട്, കൊടുമുടികളുണ്ട്, താഴ്വരകളുണ്ട്, ചതിപ്പ് നിലങ്ങളുണ്ട്, വയലുകളുണ്ട്, ആറുകളുണ്ട്, സമുദ്രങ്ങളുണ്ട് എന്ന് വേണ്ട മരുഭൂമി വരെ ഇവിടെയുണ്ട്. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളപ്പൊക്കമില്ല, ഭൂമി കുലുക്കമില്ല, മനുഷ്യന് താങ്ങാവുന്ന തണുപ്പ്, മനുഷ്യന് താങ്ങാവുന്ന ചൂട്, ഭൂമി കുഴിച്ചാൽ കുടിക്കാൻ നല്ല ശുദ്ധജലം. ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇതുപോലുള്ളൊരു കാലാവസ്ഥ മനുഷ്യന് താമസിക്കാൻ അനുയോജ്യമായത് ഇല്ല. ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്, നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാകണമെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ കൂടി നന്നായാലേ പറ്റൂ. മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് 4 നിർദ്ദേശങ്ങൾ എനിക്ക് സമർപ്പിക്കുവാനുണ്ട്. ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആകുന്നതിന് 4 നിർദ്ദേശങ്ങൾ എനിക്ക് സമർപ്പിക്കുവാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ മതപഠനമോ മതാചാരമോ പ്രായപൂർത്തിയാകാതെ ഒരു കുട്ടിയിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മനുഷ്യന് ഹാർമോണിയസായി ജീവിക്കാൻ വേണ്ടുന്ന സാഹചര്യമുള്ളത് വെച്ച് കണക്കാക്കിയ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച രാജ്യമെന്ന് പറയുന്നത് ഫിൻലൻഡാണ്. 2, അതിൻ്റെ അടുത്ത് നോർവേ ആണ്. ഈ രാജ്യങ്ങളിലൊക്കെ ലോകത്ത് സമാധാനം ഏറ്റവും സ്വസ്ഥമായി മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, ആ രാജ്യങ്ങളെല്ലാം നോക്കിയാൽ അവിടെ പ്രായപൂർത്തിയാകാതെ ഒരു കുട്ടിയെ മതാചാരമോ മതപരമായ അനുഷ്ഠാനങ്ങളോ മതപഠനമോ നടത്തിയാൽ രക്ഷകർത്താക്കൾ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരും. അത് തടയപ്പെടും. ഇവിടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഹരണപ്പെട്ട മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും മതാചാരങ്ങൾ കുട്ടികളെ തന്നെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കേരളത്തിൽ എങ്ങും കാണാവുന്നതാണ്. അത് നമുക്ക് നിയമം മൂലം നിരോധിക്കുകയാണ്. 2, നമുക്ക് ഒരു 10 വർഷത്തേക്കെങ്കിലും സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരിക്കുക. 10 വർഷമെങ്കിലും മിശ്ര വിവാഹം ഈ കേരളത്തിൽ നിയമം മൂലം പ്രാവർത്തികമാക്കുക. അല്ലാതെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മതിയായ ശിക്ഷ, മതിയായ കാലം ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിർദ്ദേശം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ജാതിയും മതവും ഇല്ലാത്ത ഒരു ജനസമൂഹം ഉയർന്നു വരും. അത് ഈ നാടിനെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയിലേക്കും നയിക്കാൻ വേണ്ടുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യമാണെന്ന് ഞാൻ പറയും. അടുത്ത ഒരു നിർദ്ദേശം, 2 നിർദ്ദേശങ്ങൾ കൂടി എനിക്കുണ്ട്. ഒരു നിർദ്ദേശം, വിദ്യാഭ്യാസം സമ്പൂർണമായി സർക്കാർ ഏറ്റെടുത്ത് സൗജന്യമായി നമ്മുടെ കുട്ടികൾക്ക് നൽകുക. ഇവിടെ സ്വകാര്യ മാനേജ്മെൻറ്റുകളൊക്കെ യഥേഷ്ടം വിഹരിക്കുന്ന രംഗമാണ് ഈ വിദ്യാഭ്യാസ രംഗം. ഇവിടെ സർക്കാർ കോളേജുകളിലായാൽ പോലും ഒരു കുട്ടിക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ കോടിയിലധികം രൂപ വേണ്ടിവരും. അവൻ്റെ സ്വത്ത് പണയം വെച്ചോ അവൻ എവിടെന്നെങ്കിലും കടം വാങ്ങിയോ ഒക്കെയാണ് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും പണം ഉണ്ടാക്കുക. അപ്പോൾ എന്ത് കോംപ്രമൈസിനും തയ്യാറാവും, എന്ത് അഴിമതിക്കും തയ്യാറാകും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുകയാണെങ്കിൽ
മെറിറ്റോറിയസ് ആയ കുട്ടികൾ മാത്രമേ ഒരു കോഴ്സിൽ നിന്ന് പാസ്സായി വരൂ. എൻ്റെ നാട്ടിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് മുരളീധരൻ നായരായിരുന്നു. മുരളീണ്ണൻ എന്ന് നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന മുരളീധരൻ നായർ. അദ്ദേഹം എനിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട് ആ കൊച്ചു പ്രായത്തിൽ. അദ്ദേഹം ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി പിൽക്കാലത്ത് KICBയിലോ മറ്റോ ഉയർന്ന പോസ്റ്റിലിരുന്ന് റിട്ടയറായി. അദ്ദേഹം ഏറ്റവും മെറിറ്റോറിയസ് ആയ, അതായത് എഞ്ചിനീയർ ആകേണ്ട ഒരാൾ തന്നെയായിരുന്നു. അത്രയ്ക്കും സ്കില്ലുള്ള ഒരാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതിയുള്ളൊരു വീട്ടിൽ നിന്ന് ഒരാൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആകത്തില്ല. കാരണം അത്രയ്ക്ക് പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചുയർന്നു വന്നത്. അപ്പോൾ ധനമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുകയോ പുറം സംസ്ഥാനങ്ങളിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഇവിടെ മെറിറ്റോറിയസ് ആയ ഒരു വിഭാഗം പ്രൊഫഷണൽ കോഴ്സുകളിലും തൊട്ട് എല്ലാത്തിലും ഉയർന്നു വന്നാൽ അവരവരുടെ നിലവാരമനുസരിച്ച് അവരവരുടെ അർഹത അനുസരിച്ചുള്ള ജോലി അവർക്ക് കിട്ടും. അവർക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ആ ജോലികൾ സ്വായത്തമാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അവർ യാതൊരുവിധ അഴിമതിക്കും തയ്യാറാവുകയില്ല. ഈ നാടിനെ ഇനി ഏത് രാഷ്ട്രീയക്കാരൻ പ്രേരിപ്പിച്ചാലും ഒരു അഴിമതി പോലും നടക്കില്ല. അത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹം ഗവൺമെൻറ് കോളേജിൽ പഠിച്ച ആളാണ്. അദ്ദേഹം യാതൊരുവിധ അഴിമതിക്കും കോംപ്രമൈസുകൾക്കും തയ്യാറാവാതിരുന്നതിൻ്റെ കാരണം തന്നെ സർക്കാർ കോളേജിൽ പഠിച്ചിറങ്ങിയതാണ്. പ്രൊവൈഡഡ് സർക്കാർ കോളേജിൽ പഠിച്ചിറങ്ങിയാൽ പോലും ഒരു വൻതുക കുട്ടികൾക്ക് ആവുന്നത് വഴി അവർക്ക് പലപ്പോഴും അവർക്ക് ജനുവിനായിട്ട് ഇവിടെ ഭാവി ജീവിതം അവർ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവാറില്ല. സൗജന്യമായിട്ട് സർക്കാർ തന്നെ അവരവരുടെ ക്വാളിറ്റി അനുസരിച്ച് കുട്ടികളെ പഠിപ്പിച്ചിറക്കാൻ സാധിക്കുന്നു എങ്കിൽ ഈ നാട് നന്നാകാൻ വേറെ ഒന്നും വേണ്ട. വക്കീലായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഏത് പ്രൊഫഷൻ എടുത്താലും, ഈവൻ അവർ ചീഫ് സെക്രട്ടറി ആയാലും IAS ഹോൾഡർ ആയാലും ആരായാലും അവർ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും ഒന്നും വഴിവിടില്ല. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഒരു വക്കീൽ, ആ വക്കീലിൻ്റെ അടുത്തൊരു കുറ്റം ചെയ്തിട്ട് പോകാൻ ആൾക്കാർ അറയ്ക്കും. പക്ഷേ പിൽക്കാലത്ത് കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വക്കീലന്മാർ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് വരാനാണ് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. കാര്യം പൈസ മതി. കേസ് തന്നെ നമുക്കറിയാം നീണ്ടു പോകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണവും മറ്റൊന്നല്ല. അപ്പോൾ അവരൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഒരു പൈസ പോലും അവർക്ക് ചിലവാകാതെ പഠിച്ചിറങ്ങിയാൽ ആ പഴയ സുന്ദരമായ കാലം തിരിച്ചു വരും. ഇനി നാലാമത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വൺ മാൻ വൺ പെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥയുള്ള രാജ്യങ്ങളുടെ ഇൻഡെക്സ് എടുക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന നോർവേ ആകട്ടെ, ഫിൻലാൻഡ് ആകട്ടെ, അവിടെയൊക്കെ നിലനിന്നിരുന്നൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മതപഠനം പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ചെയ്യിക്കുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. അവിടെ തന്നെയുള്ളൊരു മറ്റൊരു പ്രത്യേകത വൺ മാൻ വൺ പെൻഷനാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ ഉണ്ടെന്ന് കൂട്ടുക. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ 3% വരുന്ന ജീവനക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത് സർക്കാരിൻ്റെ റവന്യൂവിൻ്റെ 90% മുകളിലാണ്. പെൻഷനായിട്ടും ശമ്പളമായിട്ടും. ശമ്പളമൊക്കെ നമുക്കറിയാം. മനുഷ്യന് സുഖലോലുപമായി ജീവിക്കാൻ വേണ്ടുന്ന ശമ്പളമാണെന്ന് ഇവിടെ സർക്കാർ സർവീസിലുള്ളത്. ഇടത്തരക്കാരിവിടെ ഒരു വരുമാനമില്ലാതെ ദൈനംദിന ജീവിതം തന്നെ ആഹാരത്തിനുള്ള പൈസ പോലും കണ്ടെത്താനാകാതെ ഉഴറുമ്പോൾ വലിയ ശമ്പളം വാങ്ങിക്കുന്നു. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് ചിലവാകുന്ന പൈസ തിരിച്ച് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിക്കുന്നു. യാത്രാപ്പടി വാങ്ങിക്കുന്നു, DA വാങ്ങിക്കുന്നു. അങ്ങനെ എന്തെല്ലാം അലവൻസുകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ. ട്രെയിൻ ടിക്കറ്റ് പോലും ചിലപ്പോൾ സൗജന്യമായി ലഭിക്കുന്നു. യാത്രാപ്പടി ടിക്കറ്റിനെക്കാട്ടി ഒരുപാട് കൂടുതലാണ്. കൂടുതൽ യാത്ര ചെയ്താൽ ഒരുപാട് പൈസ വെറുതെ എഴുതിയെടുക്കാം. ഇന്ധന ചിലവും മറ്റുമൊക്കെ കാണിച്ച് ഒരുപാട് പൈസ ട്രാവലിംഗ് അലവൻസ് കൂടി എഴുതിയെടുക്കാം. അങ്ങനെയുള്ള 100 കൂട്ടം അലവൻസുകൾ എല്ലാം വാങ്ങിയാണ് വിരമിക്കുന്നത്. വിരമിച്ചാലും പെൻഷൻ വാങ്ങുന്നത് ലക്ഷത്തിന് മുകളിൽ. മന്ത്രിമാർ, MLA മാർ
വിവിധ ബോർഡുകളിലൊക്കെ കോർപ്പറേഷനിലൊക്കെ പല സ്ഥാനങ്ങൾ നേടി ജീവിതം കഴിച്ച രാഷ്ട്രീയക്കാരുടെ പെൻഷൻ വേറെ, അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അവരുടെ പെൻഷൻ വേറെ. ഇങ്ങനെ വൻതുകകൾ വാങ്ങിക്കുന്ന പെൻഷൻ എല്ലാം കൂടെ ഏകീകരിച്ച് 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 10,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഫിൻലൻഡിലൊക്കെ വന്ധ്യവയോധികർ ചെയ്യും പോലെ മാസം അവർക്ക് മരുന്നിനൊക്കെ ആഹാരത്തിനൊക്കെ ചിലവ് വരുന്ന പൈസ കഴിഞ്ഞാൽ ചെറിയൊരു പൈസ മെച്ചം വെച്ച് 3-4 മാസം കഴിയുമ്പോൾ അവരൊരു ടൂറിന് പോകും. മക്കളെ ആശ്രയിക്കേണ്ട, ചെറുമക്കളെ ആശ്രയിക്കേണ്ട, ആരെയും ആശ്രയിക്കേണ്ട. അവരുടെ സ്വന്തം നിലയിൽ അവർ ടൂറെല്ലാം പോയി സന്തോഷകരമായി ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ സന്തോഷം വയസ്സായ ആൾക്കാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേപ്പുറം വേറൊരു സന്തോഷം ഒരു നാടിനും വരാനില്ല. ഇവിടെ 1 മാൻ 1 പെൻഷൻ നിർബന്ധമായി നടപ്പാക്കുക. ഒരു 10,000 രൂപ വെച്ച് 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നിരക്കെ അങ്ങനെ ഉള്ളൂ പെൻഷൻ, അങ്ങനെ കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു നിയമം വരേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള മുറവിളി പല സ്ഥലത്തുനിന്നും ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 4 നിർദ്ദേശങ്ങളാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി ആക്കാൻ. മനുഷ്യൻ്റെ സ്വഭാവം നിയന്ത്രിച്ച് മനുഷ്യനെ നല്ല നിലയിൽ നടത്തുന്നതാണ് നിയമമെങ്കിൽ അങ്ങനത്തെ നിയമം law is the body of principles framed and enforced by the state so as to regulate the conduct and character of the people. നിയമം മനുഷ്യൻ്റെ സ്വഭാവവും അവൻ്റെ രീതികളുമൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ഇങ്ങനെ 4 നിയമനിർമ്മാണം കേരളത്തിൽ കൊണ്ടുവന്നാൽ കേരളത്തിൽ ഏറ്റവും നല്ല, ലോകത്തെ ഏറ്റവും മികച്ച ജീവിത അനുഭവം ഉണ്ടാകും. ഗോഡ്സ് ഓൺ കൺട്രിയായി മാറും. ഒന്നുകൂടി ഞാൻ പറയാം, നിയമം മൂലം പ്രായപൂർത്തിയായ ഒരാളിന് മാത്രമേ മതപഠനമോ മതാചാരമോ അനുഷ്ഠിക്കാൻ ഈ കേരളത്തിൽ സാധിക്കാവൂ. ഒരു 10 വർഷത്തേക്കെങ്കിലും സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവദിക്കരുത്. മിശ്രവിവാഹം മാത്രമേ അനുവദിക്കാവൂ. വിദ്യാഭ്യാസം സമ്പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് സൗജന്യമായി നടപ്പാക്കുക. 1 മാൻ 1 പെൻഷൻ, ഇങ്ങനെ 4 എണ്ണം ഈ കേരളത്തിൽ നിയമം മൂലം നടപ്പിലാക്കിയാൽ നാടിന് ദൈവം തന്ന ഗിഫ്റ്റ് ഭൂപ്രകൃതിയും കൂടെ ചേർത്ത് വരുമ്പോൾ ഒറിജിനൽ ഗോഡ്സ് ഓൺ കൺട്രി ആവും. ഈ കേരളം സ്വർഗമാകും. കേരളം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് ഞാൻ മാറ്റി വായിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.